ദൈവവചനത്തിനുള്ള പ്രാധാന്യം നാം ഒരിക്കലും മറന്നു പോകരുത്. 1 സങ്കീർത്തനം അതിൻ്റെ 2-3 വാക്യങ്ങൾ: യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. അതെ, യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിക്കുവാൻ നാം മനസ്സു വെച്ചാൽ അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരും. അങ്ങനെയുള്ള ഒരുവനെ നോക്കി ദൈവവചനം പറയുന്നത് അവൻ ഭാഗ്യവാനാണ്. മാത്രമല്ല, അവൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഫലം കുറഞ്ഞു പോകത്തില്ല. അതത് സമയങ്ങളിൽ വേണ്ടുന്ന ഫലം പുറപ്പെടുവിക്കുവാൻ തക്കവണ്ണം ദൈവം അവനെ ശക്തീകരിക്കും. അങ്ങനെ ദൈവവചനത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യൻ്റെ 2 പ്രത്യേകതകൾ ഞാനിവിടെ എടുത്തു പറയുവാൻ ആഗ്രഹിക്കുന്നു. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യമാണ്: നിന്റെ ജീവകാലത്തൊരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയില്ല. ഞാൻ മോശയോടുകൂടെ ഇരുന്നതുപോലെ നിന്നോടുകൂടെ ഇരിക്കും. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. അതെ, ദൈവവചനം ജീവിതത്തിൽ പ്രാവർത്തികമാക്കി അതനുസരിച്ച് നടക്കുന്ന ഒരു ദൈവഭക്തനെ ദൈവം ഒരിക്കലും കൈവിട്ട് കളയത്തില്ല. 2-ാമത്തെ കാര്യം, യോശുവയുടെ പുസ്തകം തന്നെ 1-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം: ഈ ന്യായപ്രമാണ പുസ്തകങ്ങളോട് ഒന്നും നീ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യരുത്. അതിലെഴുതിയിരിക്കുന്നത് പോലെ ഒക്കെയും നീ പ്രമാണിച്ച് നടക്കുകയും രാവും പകലും അത് നീ ധ്യാനിച്ച് കൊണ്ടിരിക്കണം. എന്നാൽ നിൻ്റെ പ്രവൃത്തികൾ സാധിക്കും, നീ കൃതാർത്ഥനാകും. അതെ, ജീവിതത്തിൽ നാം കൃതാർത്ഥനാകണമെങ്കിൽ, ധന്യതയോടുകൂടെ ജീവിക്കണമെങ്കിൽ ദൈവവചനത്തിൻ്റെ കൽപ്പനകൾ നാം അനുസരിക്കുന്നവരായി, ദൈവവചനത്തിൻ്റെ മൂല്യങ്ങൾക്ക് വില കൊടുക്കുന്നവരായി നാം മുൻപോട്ട് പോകേണ്ടിയിരിക്കുന്നു. ഇന്ന് അനേകർ കാര്യസാധ്യത്തിന് വേണ്ടി ഏത് നിലവാരത്തിലും ഏത് സാഹചര്യത്തിലും തരം താഴ്ന്ന് ജീവിക്കുവാൻ ശ്രമിക്കുന്നവരാണ്. പക്ഷേ ഒരു ദൈവഭക്തൻ ഒരിക്കലും ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾക്കനുസരിച്ച് തരം താഴ്ന്നു പോകേണ്ടുന്നവനല്ല. പിന്നെയോ ദൈവവചനത്തിൻ്റെ കൽപ്പനയ്ക്കനുസരിച്ച് ആത്മീക മൂല്യം നിലനിർത്തി ജീവിക്കേണ്ടുന്നവനാണ്.